പറയുമ്പോൾ എപ്പോഴും സിനിമയിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് പേരുകളാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ഷൈൻ ടോം ചാക്കോന്നും മറ്റൊന്ന് ശ്രീനാഥ് വാസി. എപ്പോഴും ഇവരുടെ പേരുകളാണ് ലഹരി എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് ഷൈനെ എനിക്ക് നല്ലപോലെ അറിയാം. ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ കണ്ടു. എന്നായിട്ട് ഇടപഴകിയ സമയത്തെല്ലാം ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ശ്രീനാഥായിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഷൈന് ഓക്കെ ഇന്നൊന്നും സംഭവത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചുകൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്. അതിനെ ഒരു ക്രിറ്റിസിസം ചെയ്തുകൊണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് നിങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് ഞാൻ ആക്ച്വലി ആ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്ത കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഈ പേരെടുത്തിട്ടിടുമെന്നുള്ളത്. അവർക്ക് വന്ന വിഷമമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞാൻ ഈ കേസ് ഞാൻ പിൻവലിക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് അത് പേരും സിനിമയുടെ പേരും പറഞ്ഞിട്ടില്ല, വ്യക്തിയുടെ പേരും കംപ്ലൈന്റിൽ പ്രത്യേകം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പുറത്തു വന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് വിഷമമുണ്ട്. അപ്പോൾ ആ കുട്ടി എന്താണ് ആഗ്രഹിച്ചത്? ഇതെങ്ങനെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഷൈനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കിയത്. പക്ഷേ അത് നിങ്ങൾ പബ്ലിക്കിൽ പോയിട്ട് ഇതുപോലെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് പോലും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാണ് എന്താണ്. പക്ഷെ അത് കാണിച്ചിട്ട് എന്താണ് ഒരു കാര്യമില്ല, വെറുതെ ന്യൂസ് വാല്യൂ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഞാൻ ആ കുട്ടീനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഷീ സക്കി ഞാനിതൊരിക്കലും ആഗ്രഹിച്ചില്ല ഈ കേസ് ഞാൻ പിൻവലിക്കുന്നു. അല്ലേ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്. കാരണം സിനിമയുടെ പ്രൊമോഷൻ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. സാർ, ആ കുട്ടി പറയുന്നത് ആളെ മാറ്റിയെടുക്കാവുന്നല്ല, ആളുടെ കൂടി ഇനി അഭിനയിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് മാറ്റിയെടുക്കാവുന്നുള്ള ഉദ്ദേശത്തിലല്ല ആ പരാതി കൊടുത്തെന്നുള്ളത് വ്യക്തമാണ്. അതെല്ലാം അതിപ്പോൾ ഒരു ഇമോഷനിൽ പലരും പറഞ്ഞു ഞാൻ ഇനി ചെയ്യില്ല. പക്ഷേ കുറച്ച് നമ്മളൊന്ന് സമാധാനമാകുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള ഈ സമൂഹത്തിലിരിക്കുന്ന ആൾ ഞാനല്ലേ പറഞ്ഞത്, ഡ്രഗ്സിന് ആരടിമപ്പെട്ട് കഴിഞ്ഞാലും നമുക്കതൊരു രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് പോയി, രണ്ടെന്നാണ് തിരിച്ച് പിടിക്കാൻ നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയും ഇങ്ങനെ സിനിമക്കാർ മാത്രമല്ലല്ലോ, എല്ലാവരും ഇല്ലേ. സിനിമക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് മോഡൽസ് ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എതിരെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒരു പരാതി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഷൈനെ മാത്രം പിടിച്ചിട്ട് മോഡൽ ഇങ്ങനെ ആക്കിയെന്ന് പറയുന്നത്, ഞാൻ മേജറിലി ഒരു പട്ടാളക്കാരനായിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ മദ്യപിക്കാത്തൊരു വ്യക്തി. എന്തുകൊണ്ട് നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ അതല്ല, ഇതൊരു സോൾവ് ചെയ്യുന്ന പോസിറ്റീവ് ആണ്. ഞാൻ എല്ലാം എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം ഞാൻ അറിയുന്ന ഷൈനിൽ പല സദസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭവ്യതയിലും മര്യാദയിലും സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അതടിച്ചിട്ടോ അത് ഇപ്പോഴൊന്നും കാണില്ലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ഈ ആൾക്കാരെല്ലാം. ഞാൻ ഇനി ഷൈനെ കാണുകയാണെങ്കിൽ പിടിച്ചിരുത്തി ഞാൻ അവനെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും തലയ്ക്ക് കയറുന്ന രീതിയിൽ. ഞാൻ റീസെൻ്റ്ലി ഒരു കുട്ടീനെ ഞാൻ കണ്ടായിരുന്നു, ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ. സാർക്കും പറയുന്നതിലൂടെ ഷൈൻ ഇതിന് ഈ ഒരു ഉപയോഗം ഉണ്ടെന്ന് തന്നെയാണ് സാർക്കും പറയുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ലല്ലേ? ഞാൻ പറയും, ഞാൻ കണ്ട ഷൈൻ ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് മാത്രം കാണുന്നത്? അതെ, അതുകൊണ്ടല്ല ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി എന്താ പറഞ്ഞത്? ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആ പേര് വരണം. അതുകൊണ്ട് ഞാൻ കേസ് പോലും വിഡ്രോ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. സിനിമ സംഘടനകൾ പോലും വിശ്വസിച്ച് പെൺകുട്ടിക്ക് പരാതി കൊടുത്താൽ പോലും സംരക്ഷിക്കാൻ കഴിവില്ല എന്ന് തോന്നുന്നു. അത് സിനിമ സംഘടനയോട് ഞാൻ ഈ ഒരു സംഘടനയിലും അധികം ഇൻവോൾവ് ആകാത്ത വ്യക്തിയാണ്. എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ ഒരിടത്തും ഞാൻ ഇൻവോൾവ് ആകാത്തതെന്ന് ഞാൻ എൻ്റെ പണി നോക്കുന്നതാണ്. എനിക്ക് നാക്ക് വേദനിക്കുന്നത് കൂടുതൽ പറയാൻ വയ്യ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ ലഹരി ഉപയോഗം, സിനിമയിലെ ലഹരി ഉപയോഗം കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2025 വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരി നിയന്ത്രിക്കാൻ സിനിമയിലെ ആൾക്കാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു സംഘടനക്കും കഴിഞ്ഞിട്ടില്ല. സിനിമ സെറ്റിൽ നിന്നാണ് ഷൈനിൻ്റെ വായന ഒരു വെള്ളപ്പൊടി എന്ന് വരുന്നത്. സിനിമ സെറ്റിൽ നിന്നാണ്. എനിക്ക് ഡ്രഗ്സിനെ കുറിച്ച് അറിയില്ല. ഈ പൊടി എന്താണ്, അല്ലെങ്കിൽ കഞ്ചാവ് മാത്രം വലിക്കുന്നതാണെന്നുള്ള എനിക്കറിയാം. പിന്നെ LBMB എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നവരൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു വെളുത്ത പൊടി തുപ്പിക്കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളുത്ത പൊടി തുപ്പിക്കളയാൻ പറഞ്ഞാൽ ഈ ഡ്രഗെല്ലാം തുപ്പിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെനിക്കൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ഒരുപാട് ലൊക്കേഷൻസിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു ഞാൻ എന്താ പറയുക, ഞാൻ അഭിനയിച്ച പടങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ സെറ്റിലൊന്നും ഒരിക്കലും വരില്ല അത്.
ഞാൻ അഭിനയിച്ച പടത്തിലൊന്നും ഒരിക്കലും ഞാനത് കണ്ടില്ല. എനിക്ക് ആ സ്മെല്ല് പോലും കിട്ടിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പറയപ്പെടുന്ന സിനിമ ലൊക്കേഷനിൽ ലഹരി ഒഴുകുന്നു എന്നാണ്. ഞാൻ അങ്ങനൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഒരുപക്ഷെ എന്നെ ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരിക്കുന്നത്. ഞാൻ പോയിട്ട് ഒരു സെറ്റിലും ഞാനിതുപോലെ ഒരു ലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ